നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തേണ്ട റോഡുകളുടെ ടെൻഡർ കൊടുക്കുന്നതിലുള്ള മണലൂർ പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. വാടാനപ്പള്ളിയിൽ വീണ്ടും കാട്ടുപന്നി ശല്യം, വ്യാപക കൃഷിനാശം. വാർത്തകൾ വിശദമായി. മണലൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഭരണസമിതി കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കേണ്ട മെറ്റീരിയൽ പ്രവൃത്തികൾ 2 വർഷമായി മണലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ടെൻഡർ നടപടികൾ ഉണ്ടായ വീഴ്ചയാണ് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതെന്നും അംഗങ്ങൾ ആരോപിച്ചു. മെമ്പർമാരെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഓരോ കമ്മിറ്റികൾ വരുമ്പോഴും അടുത്ത കമ്മിറ്റിയിൽ ശരിയാകും എന്നും പറഞ്ഞ് മെമ്പർമാരെ പറ്റിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ പറഞ്ഞു. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തികൾ, മെറ്റീരിയൽ വർക്കുകൾ മണലൂർ പഞ്ചായത്തിനകത്ത് നടക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ സെക്രട്ടറിയും പുതിയ പ്രസിഡന്റും അധികാരത്തിൽ വന്നതിന് ശേഷവും വേണ്ടത്ര ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFന്റെ പ്രതിനിധികൾ 7 പേരും ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 60% ഫണ്ട് കൂലിയായിട്ട് കൊടുക്കുമ്പോൾ 40% ഫണ്ട് തോടിൻ്റെയും അതുപോലെ തന്നെ തോടുകളുടെയും മറ്റ് കിണറിൻ്റെയും അതുപോലെ കോഴിക്കോട് അതോടൊപ്പം തന്നെ മറ്റ് പ്രവൃത്തികൾക്ക് തൊഴുത്ത് പോലെയുള്ള പ്രവൃത്തികൾക്ക് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കാവുന്നതാണ്. എന്നാൽ ഈ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ വർക്കുകൾ, ഇത്തരത്തിലുള്ള 40% ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ട പ്രവൃത്തികൾ, റോഡിൻ്റെ പ്രവൃത്തികൾ, തോടിൻ്റെ പ്രവൃത്തികൾ, കാനയുടെ പ്രവൃത്തികൾ ഒന്നും തന്നെ നടക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നോട്ടീസ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതാണെന്നും ഭരണസമിതി അനുവാദമില്ലാതെയാണ് നോട്ടീസ് വിതരണം ചെയ്തതെന്നും നോട്ടീസ് തയ്യാറാക്കിയവരുടെ പേരോ ഡിസിഗ്നേഷനോ വയ്ക്കാതെ നോട്ടീസ് വിതരണം ചെയ്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. LDF അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷേളി റാഫി, ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, സിമി പ്രദീപ്, ബിന്ദു സതീഷ്, സിജു പച്ചാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് BJPയുടെ 3 അംഗങ്ങളും ഇറങ്ങിപ്പോക്ക് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തേണ്ട റോഡുകളുടെ ടെൻഡർ കൊടുക്കലിനുള്ള പഞ്ചായത്തിന്റെ മെല്ലെ പോക്കിനെതിരെ പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ സംഘടിപ്പിക്കുമെന്ന് BJP മെമ്പർമാരായ രതീഷ് കൂനത്ത്, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത് എന്നിവർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ സമരങ്ങൾ ശക്തമാക്കി കോൺഗ്രസ് പാർട്ടി മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. 7 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സമസ്ത ജനവിഭാഗങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവൻ സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമുണ്ടാക്കി അപമാനകരമായ രീതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മാസത്തിനുപാടി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള അന്തിമ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ സമരങ്ങൾ ഇല്ലാതാവില്ലെന്നും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സമരങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു.
നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദിഖ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, KPCC മുൻ സെക്രട്ടറി MR രാമദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, കോൺഗ്രസ് നേതാക്കളായ ഹിരോഷ് ത്രിവേണി, CR രാജൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CS മണികണ്ഠൻ, PK നന്ദനൻ, അശ്വിൻ ആലപ്പുഴ, ഷൈൻ നാട്ടിക, ഷൈൻ പള്ളിപ്പറമ്പിൽ, അറുമുഖൻ വലപ്പാട്, KB രാജീവ്, ആൻഡോ തെറയൻ, രഹന ഭിനീഷ്, റസിയ, ബിന്ദു പ്രദീപ്, KV സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ നടന്നു. BKMU ദേശീയ കമ്മിറ്റി അംഗവും MLAയുമായ CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു പരിപാടി പാർട്ടി വിജയിക്കണമെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിപാടി വിജയിക്കണമെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാകണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഏകദേശം 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഏതൊരു സംഘടന നമ്മുടെ കർഷക തൊഴിലാളി ഫെഡറേഷനാണ്. അതൊരു പ്രത്യേകതകൾ നമ്മുടെ BKMU എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. നമ്മുടെ സാധാരണ പഴയ കാലത്തൊക്കെ നമ്മുടെ കർഷക തൊഴിലാളി ഫെഡറേഷൻ എന്ന് മാത്രമാണ് പറയാറ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദേശീയ അടിസ്ഥാനത്തിലുള്ള സംഘടന 1968 രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ക്രിയാത്മകമായി നടത്തിയതിൻ്റെ ഫലമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനത്തും ഒരു പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നു. വളരെ വലിയൊരു പ്രസ്ഥാനമായിട്ട് നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി അധ്യക്ഷത വഹിച്ചു. BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, BKMU നാട്ടിക മണ്ഡലം സെക്രട്ടറി ജോഷി ബാബു, VV പ്രദീപ്, AITUC നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് AK ധർമ്മൻ, കിസാൻ സഭ പഞ്ചായത്ത് പ്രസിഡന്റ് NM മഹേഷ്, കേരള മഹിളാ സംഘം നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി രജനി അനിൽകുമാർ, CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PC രാജൻ, ജിനീഷ് ഐരാട്ട്, സലാം പുളിക്കലകത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VV പ്രദീപ്, TC ഉണ്ണികൃഷ്ണൻ, ജിജി രഞ്ജിത്ത്, ശ്രീജിത്ത് PC, രാജൻ, രമ എന്നിവരെ തിരഞ്ഞെടുത്തു. വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മാസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക, പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് സഞ്ചാരയോഗ്യമാക്കുക, കാലങ്ങളായി പണി കഴിഞ്ഞിട്ടും രജിസ്റ്റർ ഓഫീസ് ഉടൻ പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ നടത്തിയത്. ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ, ശിവപ്രസാദ്, KV സിജിത്ത്, ബ്ലോക്ക് സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, ജിജു വൈക്കാട്ടിൽ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പ്രഭാകരൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മണ്ഡലം ഭാരവാഹികളായ രഘനാഥൻ വൈക്കാട്ടിൽ, AM നൂറുദ്ദീൻ, രഘുനന്ദനൻ വാഴപ്പിള്ളി, AA മുഹമ്മദ് ആസിഫ് അലി, ചേലോട് ഖാദർ, PO ഉമ്മർ, AA മുജീബ്, മറ്റു പോഷക സംഘടനാ നേതാക്കൾ, വാർഡ് ബൂത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പരിശോധിച്ചാൽ ആ റോഡിന്റെ ആരംഭം ശ്രീ സിദ്ധാർത്ഥൻ കാത്തങ്ങൾ MLA ആദ്യമായി ആ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി. ആദ്യമായി കോൺഗ്രസ് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ശ്രീ സിദ്ധാർത്ഥൻ കാത്തങ്ങൾ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചിലങ്കാൽ ബീച്ച് റോഡിന്റെ ആരംഭം കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷേ കാലങ്ങൾ പിന്നിട്ടു. അതിനുശേഷം CPN പ്രതാപൻ MLA ആയപ്പോൾ അവിടെയാണ് ആ റോഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് മന്ത്രി K ബാബു എന്നാണ് രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ ആ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം കാലങ്ങൾ പിന്നിടുമ്പോഴും ആ റോഡിന് വേണ്ടി 1000 രൂപയുടെ ചെലവഴിക്കാൻ ഈ പഞ്ചായത്തോ അതിനു മുമ്പിൽ ഭരിച്ച ബ്ലോക്ക് പഞ്ചായത്തോ സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ,
KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ, മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിജോൺ ജോസ്, KC അരുൺകുമാർ, അനസ് കൈപ്പിള്ളി, AR അരുൺ, MS ഐശ്വര്യ, ഷഹനാബ് പെരുവല്ലൂർ, ജെയ്സൺ ആൻഡോ, ജിൻസ് തോമസ്, റൈജോ ജോസ്, അൻസാർ ലെൻഡർ, അരുൺ മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സമരജ്വാല സംഘടിപ്പിച്ചു. KPCC മുൻ സെക്രട്ടറി MR രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈഭവ് MP അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അഭിഷേക്, ആദർശ്, നൌഷാദ് വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഛായാചിത്രവും കത്തിച്ചു. ഇങ്ങനെ യുവാക്കളെ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്ത് മാത്രമല്ല, അതുപോലെ ലക്ഷോപലക്ഷം യൂത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തുകാർ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധജാല യുവാക്കൾ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന പ്രതിഷേധജാല ഈ സായം സന്ധ്യയിൽ ഈ തൃപ്പയാറിൻ്റെ മണ്ണിൽ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി. പുത്തൻപീടിക പോസ്റ്റ് ഓഫീസിലെ ഡാക് സേവക് ആയി 31 വർഷക്കാലം സേവനം ചെയ്ത ശങ്കരനാരായണൻ ചോരങ്ങത്തിന് യാത്രയയപ്പ് നൽകി. അസിസ്റ്റന്റ് സൂപ്രണ്ട് പോസ്റ്റ്മാൻ സജി സി ജോൺ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് മാസ്റ്റർ അനുമോൾ PB അധ്യക്ഷത വഹിച്ചു. FNPO സാജൻ PM, NG UDS സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ തുറയൻ, സനിത സജ്ജൻ, പോസ്റ്റൽ ഓവർസിയർ ജോഷി AP എന്നിവർ സംസാരിച്ചു. ആതിര, സരിത, സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ശങ്കരനാരായണന് തപാൽ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ഉപഹാരവും ചടങ്ങിൽ കൈമാറി. ഒരുപാട് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അറിയാം, 31 കൊല്ലം ഒരു ആയുസിന്റെ പദ്ധതിയിലെ പോയി കഴിഞ്ഞു സർവീസുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് ഇനി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഒരു ജോലി സ്ഥലം ഞാൻ പറയുന്നില്ല, അത് നീ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു, ആദ്യം ഉള്ള ജോലി കഴിയട്ടെ, എന്നിട്ട് ഞാനത് ചെയ്ത് തീർക്ക് എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൊ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കറിയാം. അപ്പൊ ഇത്രയും കാലം ലീവില്ലാതെ അല്ലെങ്കിൽ മറ്റു സ്വസ്ഥമായി ജോലി ചെയ്ത് അതിൽ നിന്ന് വിരമിക്കുന്ന ഒരാള് ഇപ്പം വന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ജോലി ചെയ്യാനുള്ള ഒരവസരം അല്ലെങ്കിൽ അതിനെ വീണ്ടും ഞാൻ വെറുതെ ഇരിക്കില്ല. അപ്പൊ പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു.
വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളിയിൽ വീണ്ടും കാട്ടുപന്നി ശല്യം. വാടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിനോട് ചേർന്നുള്ള സതീശൻ പള്ളിയാനയുടെ പുരയിടത്തിലെ മരച്ചീനി കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഒരു മാസത്തോളമായി വാടാനപ്പള്ളിയിലെ പല പ്രദേശങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ടായിട്ടും ഇതുവരെ ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി സ്ഥലം സന്ദർശിച്ചു. കാട്ടുപന്നി ഇറങ്ങിക്കൊണ്ട് കൃഷി സാധനങ്ങളൊക്കെ, അത് കൊള്ളിയും അതുമാതിരിയുള്ള മറ്റു സാധനങ്ങളൊക്കെ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിലായിട്ടാണ് ഇത്തരം പരിപാടികൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് വേണ്ട രീതിയിൽ നമ്മൾ കൃഷിഭവൻ ഇതിന് മുന്നേ ഒരു സ്ഥലത്തുണ്ടായപ്പോൾ അറിയിക്കുകയുണ്ടായി. അവർ പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവരൊന്ന് പറഞ്ഞത്. എന്തായാലും നമ്മുടെ കൃഷിക്കാർക്കുണ്ടാവുന്ന ഈ നഷ്ടം എന്തായാലും അത് അടിയന്തരമായി തന്നെ നമ്മൾ കൃഷിഭവനിലും അതുമാതിരി തന്നെ പഞ്ചായത്തിൽ അറിയിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കാമെന്ന് ഈ സമയത്ത് ഉറപ്പ് കൊടുക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടന്നു. താനൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറിയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CM നൌഷാദ്, അനിൽ പുളിക്കൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, VK പ്രദീപ്, MB സജീവൻ, ഹിറോഷ് ത്രിവേണി, ശോഭ സുബിൻ, KB രാജീവ് എന്നിവർ സംസാരിച്ചു. ലൂയിസ് താണിക്കൽ, സുനിൽ വള്ളിയിൽ, CR രാജൻ, ഷംസുദ്ദീൻ കടുകപീടികയിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുട്ടിക്കാട്ട് പറമ്പിൽ, T സുരേഷ്, സുശീൽ ശിവാനന്ദൻ, സലീഷ് കരിപ്പാറ, ഷിബിത സലീഷ്, വിനോഷ് വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര സിറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 2022-23 അധ്യയന വർഷത്തിൽ ഈ സ്കൂളിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും ജില്ലക്കകത്ത് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായുള്ള കാര്യമാണ്. ശിഷ്യ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ സ്കൂളിലും നമുക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജയിക്കാനും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള A+ഉം ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആവശ്യമായ രീതിയിലുള്ള സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് തലത്തിൽ മാത്രമല്ല മറ്റ് കലാ സാംസ്കാരിക കായിക മത്സരങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള മികവ് പുലർത്താൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക ഇൻചാർജ് സിസ്റ്റർ ടെസിൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ടെസി മരിയ, സിസ്റ്റർ ജൂലിയ, ആനിസ് ജോസഫ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം തൃശൂർ അസീസി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഫിലോജീസ് നിർവഹിച്ചു.
പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോൺ മൂലൻ മുഖ്യ സന്ദേശം നൽകി. റിട്ടയർഡ് DD മദനമോഹനൻ പഠന മികവ് പുരസ്കാരവും തൃശൂർ അസീസി പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റാണി കുര്യൻ പ്രതിഭാധരണവും നിർവഹിച്ചു. MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി ഉപഹാര സമർപ്പണവും നടത്തി. PTA പ്രസിഡന്റ് KS സന്തോഷ്, ഷീജ സദാനന്ദൻ, MP സജീവൻ, സിസ്റ്റർ ജീൻ ആഗ്നസ്, ജോഫീന ജോസ്, കാരലിൻ റോസ്, ജോൺസ് MP, ഭിനോയ് എന്നിവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മാന്ത്രികനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും പറയേണ്ടത് പറയാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് മുതുകാട് പറഞ്ഞു. ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് എന്ത് സംസാരിച്ച് തുടങ്ങണമെന്നുള്ളത്. പണ്ട് ഈ മുല്ലാ നസറുദ്ദീനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയാറുണ്ട്. മുല്ലാ നസറുദ്ദീൻ ഒരു ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്ത് വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം എന്ന് ചോദിച്ചു. അപ്പോൾ മുല്ലാ നസറുദ്ദീൻ പറഞ്ഞു, മൂന്നാമത്തെ പ്രസംഗമായിരുന്നു ഗംഭീരം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു, അതെന്താ ഈ മൂന്നാമത്തെ പ്രസംഗം എന്ന് ചോദിച്ചു. മുല്ലാ നസറുദ്ദീൻ പറഞ്ഞു, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച വാക്കുകളും വരികളുമായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രസംഗം. സ്റ്റേജിൽ എന്താണോ ഞാൻ സംസാരിച്ചത് അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രസംഗം. മൂന്നാമത് തിരിച്ചു പോരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയായിരുന്നു പ്രസംഗിക്കേണ്ടത് എന്ന് ചിന്തിച്ചതാണ് എൻ്റെ മൂന്നാമത്തെ പ്രസംഗം. അപ്പോൾ മൂന്നാമത്തെ പ്രസംഗമാവുമോ ഈ പ്രസംഗിക്കുന്നതാവുമോ ഏറ്റവും മനോഹരമാവുക എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കേറെ എന്നെ ആകർഷിച്ച കാര്യം, മുമ്പിലിരുന്ന് കുഞ്ഞുങ്ങൾ, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾ അതിമനോഹരമായി നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സംസ്കാരങ്ങളെ ചേർത്ത് വെച്ച് ഈ വേദിയിൽ അവതരിപ്പിച്ച മനോഹരമായ നൃത്തമാണ്. മുതിർന്ന കുട്ടികൾ കളിച്ച നൃത്തവും അതിമനോഹരമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ നൃത്തം എന്നെ വല്ലാതെ ഹൃദയത്തിൽ തൊട്ടു എന്നുള്ളതാണ്. ആ നൃത്തം കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അകലെ നിന്നുകൊണ്ട് ആ നൃത്തം പഠിപ്പിച്ച ഗ്ലോറി ടീച്ചറുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കുട്ടികൾ നാളെ ആരായി തീരണം എന്ന ചോദ്യത്തിന് അവർ നല്ല മനുഷ്യരായി തീരണം എന്ന് പറയുന്നവരായി രക്ഷിതാക്കൾ മാറണമെന്ന് മുതുകാട് ഓർമ്മിപ്പിച്ചു. CSM ചീഫ് പാട്രൺ ഡോക്ടർ P. മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. വിവിധ മേഖലകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, സെക്രട്ടറി CM നൌഷ, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, റഹീം സാഹിബ്, പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേഷ് ബാബു, സ്കൂൾ ഹെഡ് ഗേൾ ആർദ്ര CN തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. KG കോർഡിനേറ്റർ KT രമ, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ഷാജു TK, ഹെഡ് മിസ്ട്രസുമാരായ പ്രിയ KK, ജിഷ ഭരതൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു.
വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 120-ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപിക KG സുനിലയ്ക്കുള്ള യാത്രയയപ്പും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അച്ഛനെന്നോ അവരുടെ പേരുകൾ എഴുതാനോ അറിയാത്തൊരു ജന്മം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വലക്കാരിറക്കാൻ പോയി തെങ്ങുകയറ്റത്തോല് ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് ചെത്തുതോള് ചെയ്ത് അങ്ങനെ നമ്മുടെ ആരോഗ്യം പച്ചവെള്ളമാക്കി നടന്നിരുന്ന ഒരു മനുഷ്യ ജന്മങ്ങൾക്ക് പഠിക്കാൻ 4 അക്ഷരം കൂട്ടി വായിക്കാൻ അന്ന് ആ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സ്ഥാപനം വലിയ യാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നത്. പ്രിയമുള്ളവരെ, അന്നത്തെ പ്രധാനാധ്യാപകൻ എന്ന് പറയുന്നത് വയക്കാട്ടിൽ വാസുദേവൻ മാസ്റ്റർ എന്ന് പറയും. വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് 1962 ഇത് UP സ്കൂളായിട്ട് ഉയർന്നു. അതിനുശേഷം 1978 ഹൈസ്കൂളായിട്ട് വരികയാണ്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, സിനിമാ സീരിയൽ താരം ലിഷോയ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. പ്രിൻസിപ്പൽ KG കണ്ണൻ, വൈസ് പ്രിൻസിപ്പൽ MK ലത, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, വാർഡ് മെമ്പർ OA ആശ, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, OSA പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, വികസന സമിതി ചെയർമാൻ VB അഹമ്മദ്, സഫൂറ മനാഫ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തളിക്കുളം CMSUPU സ്കൂളിന് അനുവദിച്ച ടോയ്ലറ്റ് ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ സുമന ജോഷി, CMSUPU സ്കൂൾ പ്രധാനാധ്യാപകൻ ബിനോയ് MP, മാനേജർ ജിയോ വർഗീസ്, PTA പ്രസിഡന്റ് സുമി സജു, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. പദ്ധതിക്ക് 2,61,000 രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെടുത്തുന്ന രീതിയിലോട്ടാണ് സ്കൂളുകളിലൊക്കെ മാറ്റം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നൊരു അവസ്ഥ കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളുകളുടെ പ്രധാനപ്പെട്ട സ്കൂളുകൾ കഴിഞ്ഞു മാത്രമേ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് പണം ചെലവാക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളുടെ ബിൽഡിങ്ങുകൾ ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നിലയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്. മാനേജ്മെൻറ്റിൻ്റെ മാനേജർക്കടക്കം വലിയൊരു ബാധ്യതയിലേക്ക്, കാരണം കുട്ടികളുടെ എണ്ണത്തിലുള്ള ഇതൊക്കെ അനുസരിച്ച് വലിയൊരു തുക ഇവിടേക്ക് ചെലവാക്കേണ്ടി വരും. മണലൂർ സെന്റ് തെരേസസ് UPU സ്കൂളിൽ സ്പോർട്സ് ഡേ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി ഫ്ലാഗ് ഓഫ് ചെയ്തു. 50 മീറ്റർ ഓട്ടം, സാക്ക് റേസ്, സ്പൂൺ റേസ്, സൈക്കിൾ റേസ് തുടങ്ങി നിരവധി ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 50% സബ്സിഡിയിൽ ഒരു ഗുണഭോക്താവിന് 5 കോഴികൾ വീതം 230 ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത്. വാർഡ് മെമ്പർ ഭിന്നി അറക്കൽ, വെറ്റിനറി ഡോക്ടർ ആര്യ TS, മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ രമ്യ OR, ബിജോയ് VR, അനിത EG തുടങ്ങിയവർ പങ്കെടുത്തു. മനസ്സിലാവുന്നത് നമ്മൾ കൊടുക്കുന്ന കോഴികൾ ഗുണനിലവാരമുള്ളതാണ്. നമുക്ക് തോന്നുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള കോഴികളെയല്ല നമ്മൾ നൽകുന്നത്. കൃത്യമായി ഫാമുകളിൽ നമ്മൾ പറയുന്നതനുസരിച്ച് വളർത്തിയെടുക്കുന്ന കോഴികളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് പിടക്കോഴികളെ നൽകാനാണ്. കാരണം നമുക്ക് ഇതിന്റെ ഗുണഭോക്താവിന് ഗുണം ലഭിക്കണമെങ്കിൽ അതിൽ കോഴി മുട്ടയിട്ട് ആ മുട്ട വിൽപ്പന നടത്തിയിട്ട് പോലും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്.
കഴിഞ്ഞ ഒരു തവണ നമുക്ക് അതിൽ കൂടുതലും ചാത്തൻ കോഴിയെ കിട്ടിയ ഒരു അവസ്ഥ പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആര്യോട് പറഞ്ഞിരുന്നു, മുട്ട വിരിയിക്കുന്ന സമയത്താണ് ഇതാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് നൽകുമ്പോൾ ചാത്തൻ കോഴികളുടെ എണ്ണത്തിൽ വേണം, എന്നിരുന്നാലും അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് പിടക്കോഴികളുടെ എണ്ണം കൂട്ടി അവരോട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുതിർന്ന CPM നേതാവുമായ മനക്കുടി കിഴക്കുംപുറത്ത് രഘുനാഥൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. CPM അരുമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം, കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച ഇദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തേണ്ട റോഡുകളുടെ ടെൻഡർ കൊടുക്കുന്നതിലുള്ള മണലൂർ പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. വാടാനപ്പള്ളിയിൽ വീണ്ടും കാട്ടുപന്നി ശല്യം, വ്യാപക കൃഷിനാശം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.